കടലിലേക്ക് വീഴാൻ നിൽക്കുന്ന മഴമേഘങ്ങൾ മഴയും വെയിലും മാറി മാറി വന്നൊരു ദിവസമായിരുന്നു. ഇപ്പൊ മഴ അങ്ങോട്ട് മാറിയിട്ട് വെയിലായുണ്ടോ? വെയിലും മഴയും കുറുക്കന്റെ കല്യാണം. അപ്പൊ നമ്മള് കുറുക്കന്റെ കല്യാണത്തിനൊന്നും പോവല്ല, ഒരു ഷോപ്പിങ്ങിന് വന്നതാണ്. അങ്ങനെ ആ ഷോപ്പിലേക്ക് കയറിയതും ഏവക്കുട്ടന് വേണ്ടത് അവൾ എടുത്തിട്ടുണ്ട്. സമ്മർ ആയി കഴിഞ്ഞാൽ പിന്നെ കൊതുകടിന്ന് രക്ഷപ്പെടുന്ന ഈ ഒരു സ്പ്രേ മസ്റ്റ് ആണ് ഞങ്ങൾക്ക്. പിന്നെ മെൻസ് സെക്ഷനിലേക്ക് ചെന്നപ്പോ വിനോദ് കുറച്ച് ഷർട്ടുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരികെ ഇറങ്ങിയപ്പോഴും നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏവക്കുട്ടനാണെങ്കിൽ പുറകെ ഇരുന്ന് കിൻഡർ ജോയ് പൊട്ടിക്കാനുള്ള പരിശ്രമം നടത്തുന്നു. അങ്ങനെ പോകുമ്പോഴാ വഴിയരികിൽ കുറെ പശുക്കൾ മഴയും നനഞ്ഞിരുന്ന് പുല്ല് തിന്നുന്നത് കാണാം. നമ്മൾ ഷോപ്പിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ മുന്നിൽ മൂസ് ചാടേണ്ടതായിരുന്നു. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയാം. ഇടയ്ക്കിടയ്ക്ക് തോർന്നു നിൽക്കുന്ന മഴ വീണ്ടും പെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ കാടിനുള്ളിലൂടെ ഡ്രൈവ് ചെയ്ത് നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടെയുള്ള ഒരു പഴയ ഹാർബറിലാണ്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. ഇവിടുന്ന് മഴ പെയ്യുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ആ മഴമേഘങ്ങൾ കണ്ടോ, അതിപ്പോ കടലിൽ വീഴുമെന്ന് തോന്നിപ്പോകും. ഫിൻലൻഡിന്റെയും സ്വീഡന്റെയും ഇടയിലായിട്ടുള്ള ബോത്നിയൻ ബേ എന്നറിയപ്പെടുന്ന ഉൾക്കടലാണ് ഈ കാണുന്നത്. ഇതിന്റെ അപ്പുറം സ്വീഡൻ ആണ്. അങ്ങനെ അവിടെ നിന്ന് കുറെ നേരം മഴയൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ തിരികെ വീട്ടിലെത്തിയിട്ടുണ്ട്. വന്ന പാടത്തെ കിളികൾക്ക് വേണ്ടി നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഫുഡൊക്കെ വിനോദ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ബ്ലൂടിറ്റ് ഇല്ലേ, ഇതിന് ഇപ്പൊ 6-7 കുഞ്ഞുങ്ങളും ഉണ്ട് ഇവിടെ. അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം.